സോ ഇനി നമുക്ക് എങ്ങനെ പ്രൊഫൈൽ വരയ്ക്കാമെന്ന് നോക്കാം. ഇപ്പോൾ എന്താ പ്രൊഫൈൽ എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഈ ക്യൂ പിയിൽ നിന്നാണ് ഇവിടുത്തെ ക്രോസ് സെക്ഷൻ നമുക്ക് കിട്ടേണ്ടത്. എന്ന് പറഞ്ഞാൽ ക്യൂവിൽ നിന്ന് പിയിലേക്ക് നമ്മളിങ്ങനെ മുറിച്ചാൽ മുറിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ക്രോസ് സെക്ഷൻ കാണാൻ എങ്ങനെയാണ്. സോ അത് നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഔട്ട്ലൈൻ വരച്ചെടുക്കണ്ടേ, നമ്മുടെ മേളിൽ എങ്ങനെയാണെന്ന് അറിയണമല്ലോ. സോ ഫസ്റ്റ് നമ്മൾ ഇപ്പം ക്യൂ ടു പി ഒരു ലൈൻ അങ്ങ് വരയ്ക്കുന്നു. ഓക്കെ, അങ്ങ് വരച്ച് വെക്കുക. സോ എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ അങ്ങ് വരച്ചേക്കുക. ആ പേപ്പറിൽ തന്നെ, മാപ്പിൽ തന്നെ വരച്ചേക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളൊരു സ്ട്രിപ്പ് പേപ്പർ എടുക്കുക, ഒരു സാധാരണ വൈറ്റ് ഷീറ്റ് പേപ്പർ മടക്കി വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് മടക്കി ഇങ്ങനെ ഇവിടെ ഈ പി ടു ക്യൂ വയ്ക്കുക. ഓക്കെ, സോ ഇതേപോലെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ക്യൂ, ഇവിടെ പിയും നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ, സോ മാർക്ക് ചെയ്യുന്നു, ആ സ്ട്രിപ്പ് പേപ്പറിൽ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്താ, ക്യൂവും പിയും അതിൽ നമ്മൾ ആ സ്ട്രിപ്പ് പേപ്പറിൽ മാർക്ക് ചെയ്തു. ഓക്കെ, സോ എന്നിട്ട് ആ മാപ്പ് മാറ്റിയിട്ട് ഈ സ്ട്രിപ്പ് പേപ്പർ എടുത്ത് മാറ്റി നമ്മൾ വേറെ ഒരു വൈറ്റ് ഷീറ്റ്, ഒരു ബോണ്ട് പേപ്പറിലേക്ക് വെക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ബോണ്ട് പേപ്പറിലാണ് ഇപ്പോൾ ഈ സ്ട്രിപ്പ് പേപ്പർ, ഞാൻ മാപ്പിൽ നിന്ന് എടുത്ത സ്ട്രിപ്പ് പേപ്പർ വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യും, ഇനിയും ആ പിയും ക്യൂവും ആ ബോണ്ട് പേപ്പറിൽ, ആ വൈറ്റ് പേപ്പറിൽ നീളത്തിലങ്ങ് വരയ്ക്കുന്നു. സ്കെയിൽ എടുത്ത് വെച്ചിട്ട് സ്ട്രെയിറ്റ് നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ ഒരു ഗ്രാഫിൻ്റെ മോഡലിൽ കിട്ടും. എന്ന് പറഞ്ഞാൽ ഇത് വൈ ഡയറക്ഷൻ, എക്സ് ഡയറക്ഷൻ. ഓക്കെ, സോ ഇങ്ങനെ നമുക്കാക്കിയെടുക്കാം. അതായത് പിയും ക്യൂവിനെയും നമ്മൾ അതിൽ മാർക്ക് ചെയ്തു, ആ ബോണ്ട് പേപ്പറിൽ. സ്ട്രിപ്പ് പേപ്പർ അങ്ങ് മാറ്റി വെച്ചു, കളയുന്നില്ല, ആ സ്ട്രിപ്പ് പേപ്പർ മാറ്റി വയ്ക്കുന്നു. എന്നിട്ട് ഈ വൈ ഡയറക്ഷനിൽ വരച്ച ആ സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇടുന്നു. ഓക്കെ, സോ രണ്ട് സൈഡിലെ ലൈനിലും വരയ്ക്കാം. അപ്പോൾ മനസ്സിലാക്കണം, പിയും ക്യൂവും ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യുന്നത്, ഈ സ്കെയിലിൽ ഓരോ സെൻറ്റിമീറ്റർ മാർക്കിങ് ചെയ്തല്ലോ. അപ്പോൾ ഇനി നമ്മൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ പഴയ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, ലോവസ്റ്റ് 100 ആണ് കോണ്ടൂർ ലൈനിൻ്റെ, ഹയസ്റ്റ് ഇവിടെ 800 ആണ്. ഓക്കെ, സോ അപ്പം 100ൽ നമുക്ക് തുടങ്ങണം, ഒരു 800 900 വരെ പറയണം. എവിടെ, എന്തിൽ തുടങ്ങണമെന്നാ, ഈ ലൈനിൽ. ഓക്കെ, സോ അപ്പോൾ ആ ഓരോ സെൻറ്റിമീറ്റർ ലൈനിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 100 200 300 400 അങ്ങനെ 900 വരെ മാർക്ക് ചെയ്തു. എന്നാൽ നമ്മുടെ മാപ്പിൽ ലോവസ്റ്റ് ലിമിറ്റ് ഒരു 500ലാണ് കാണിച്ചത്. ഓക്കെ, ഒരു ഹയസ്റ്റ് പീക്ക് അതിനകത്ത് കാണിച്ചിരുന്നത് 2000 ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 500ലല്ലേ തുടങ്ങിയിരിക്കുന്നത് അവിടെ. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മുടെ ഈ ലൈനിൽ മാർക്കിങ്ങിന് 100ന് പകരം നമ്മൾ എത്ര എടുക്കും, ഒരു 400 എടുക്കും. ജസ്റ്റ് 500ന് താഴെ, എന്നിട്ട് മുകളിൽ 500 ആക്കും. എന്നിട്ട് ടോപ്പ് ലിമിറ്റ് എത്ര ഇടും, 2100 എന്ന് മാർക്ക് ചെയ്യും. ഓക്കെ, സോ അപ്പം ആ മാർക്കിങ്ങും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. സോ അപ്പം നമുക്ക് ഇങ്ങനെ ലൈന് കിട്ടി, അതിൽ ആ ബോണ്ട് പേപ്പറിലാണ് ഇതെല്ലാം മാർക്ക് ചെയ്ത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, സ്കെയിൽ എന്ന് നിങ്ങളിവിടെ എഴുതണം. ഓക്കെ, സ്കെയിൽ ഈസിക്കൽ ടു, സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് എന്താ, 1 സെൻറ്റിമീറ്റർ ഈസിക്കൽ ടു 100 മീറ്റർ എന്ന് കാണിക്കണം. എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ സെൻറ്റിമീറ്ററും, സ്കെയിലിലെ ഓരോ സെൻറ്റിമീറ്ററും എന്താ, 100 മീറ്റർ ആണ് ഫീൽഡിൽ. അതാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്, ഗ്യാപ്പ്. ഓക്കെ, 100 മീറ്റർ. സോ അതാണ് സ്കെയിലെന്നും കൂടെ എഴുതി. അപ്പോൾ ഈ ഗ്രാഫ് നമുക്ക് കിട്ടിയല്ലോ, പിയും ക്യൂവും കിട്ടി, അതിൽ നമ്മൾ ഈ പറഞ്ഞ ഹൈറ്റൊക്കെ മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യുന്നു, വീണ്ടും മാപ്പിലേക്ക് വരുന്നു. വീണ്ടും അതേ മാപ്പിൽ ആ സ്ട്രിപ്പ് പേപ്പർ എടുക്കുന്നു, ആ പിയും ക്യൂവും മാർക്ക് ചെയ്ത ലൈൻ അവിടെ അലൈൻ ചെയ്ത് നമ്മൾ അവിടെ തന്നെ ആ മാപ്പിൽ തന്നെ വയ്ക്കുന്നു. ഇനി ഈ സ്റ്റേജിൽ എന്ത് സംഭവിക്കും, ഈ കോണ്ടൂർ ലൈൻ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഡോട്ടഡ് ലൈൻ 100 200 300 400 അങ്ങനെയുണ്ട്. സോ അതെല്ലാം ഇതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് കോണ്ടൂർ ലൈൻ മീറ്റ് ചെയ്യുന്നത്, ഇവിടെയാണ് അടുത്തത്. ആ ഡോട്ടഡ് ലൈനെ ശ്രദ്ധിക്കാവൂ, അതാണ് കോണ്ടൂർ ലൈൻ. സോ അത്രയും കോണ്ടൂർ ലൈൻസ് അവിടെ എന്താ വരുന്നുണ്ട്, ആ പിയുടെയും ക്യൂവിൻ്റെയും അതേ ലൈനിൽ. ഓക്കെ, സോ അപ്പം നമ്മൾ ആ സ്ട്രിപ്പ് പേപ്പറിൽ എന്ത് ചെയ്യും, അത് മാർക്ക് ചെയ്യും. ഓക്കെ, കണ്ടോ, ആരോ ഇട്ടു കണ്ടോ, അതിലങ്ങ് മാർക്ക് ചെയ്തു. എന്നിട്ട് അതിൻ്റെ വാല്യൂസും എഴുതുന്നു. ആ ലൈനിൻ്റെ വാല്യൂ എന്താ, ഇത് ഫസ്റ്റ് 100,
ദെൻ 200, പിന്നെന്താ 300. ആ കോണ്ടൂർ ലൈനിൽ നോക്കിയാൽ കാണാം. അപ്പോൾ 100, 200, 300, 400, 500, അങ്ങനെ 600 വരത്തില്ല. കണ്ടോ, അതിന് വെളിയിൽ പോയി, പീൻ്റെ വെളിയിൽ പോയി. ഓക്കെ, അപ്പോൾ പി എൻഡ് ചെയ്തിരിക്കുന്ന എവിടെയാണ്? പിയുടെ പോയിന്റ് എവിടെയാണ് ഇരിക്കുന്നത്? 600 കോണ്ടൂർ ലൈനിനും 500 കോണ്ടൂർ ലൈനിനും ഇടയ്ക്കാണ് പി ഇരിക്കുന്നത്. കണ്ടോ, ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മനസ്സിലാവും. ഇത് 600നും 500നും ഇടയ്ക്കാണ് പി എന്ന് പറയുന്ന പോയിന്റ് ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എപ്പോഴും എത്രയില്ല? ഇവിടെ 100 ആണെങ്കിൽ ഇപ്പുറത്ത് എവിടെയോ 0 ആണ്. അപ്പോൾ 0യ്ക്കും 100നും ഇടയ്ക്കാണ് ക്യൂവിൻ്റെ പൊസിഷൻ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രിപ്പ് പേപ്പറിൽ ഇപ്പം നമുക്ക് കോണ്ടൂറിൻ്റെ വാല്യൂ ഉണ്ട്, ആ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, പോയിന്റും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രിപ്പ് പേപ്പറിൽ നമ്മൾ ഇനി വീണ്ടും എടുക്കുന്നു. ഓക്കെ, അതിൽ നിന്ന് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പഴയ ബോണ്ട് പേപ്പറിൽ വീണ്ടും വരുന്നു ആ ഗ്രാഫിൽ. ഓക്കെ, സോ എന്ത് ചെയ്യുന്നു? എന്നിട്ട് അവിടെ നിന്ന് ആ 100 കിട്ടിയ വാല്യൂ, ഓക്കെ, 100 കിട്ടിയത് നമ്മൾ എന്ത് ചെയ്യുന്നു? 200, 300 എല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ആ വാല്യൂ വെച്ചിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യും? ഇതിലെ സ്കെയിലും നമ്മൾ ഒരു സ്കെയിലോ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനകത്ത് ഈ പോയിന്റിൽ മാർക്ക് ചെയ്യാം. കണ്ടോ, ഇവിടെ പോയിന്റ് കിട്ടും 100. അപ്പോൾ 200ൻ്റെ വാല്യൂ എടുക്കുന്നു. നമ്മുടെ ആ സ്കെയിലിൽ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു സ്കെയിൽ വെച്ച് പിടിച്ചാൽ ലൈനൊന്നും വരയ്ക്കേണ്ട, ഈ പോയിന്റ് അങ്ങ് കുത്തുക. ഓക്കെ, സോ ഇങ്ങനെ ഇത്രയും പോയിന്റുകൾ നമുക്ക് അതിനകത്ത് കിട്ടും. ഈ ലൈനൊന്നും വരയ്ക്കില്ല, ലൈൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനകത്ത് കാണിച്ചെന്നേ ഉള്ളൂ. അവിടെ സ്കെയിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഒരു സ്കെയിൽ വെച്ച് പിടിച്ചിട്ട് ഇവിടെ എത്തിക്കുക. ഓക്കെ, സോ അപ്പോൾ പോയിന്റുകൾ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ഇനി പോയിന്റുകൾ കിട്ടിയില്ലേ? അപ്പോൾ ക്യൂ തുടങ്ങിയത് എവിടെ നിന്നാ? നമ്മൾ പറഞ്ഞില്ലേ, ക്യൂവിൻ്റെ പോയിന്റ് ഇരിക്കുന്ന എവിടെ നിന്നാ? 0യ്ക്കും 100നും ഇടയ്ക്കാം. സോ ഇവിടെ ഒരു പോയിന്റ് ആക്കാം ക്യൂ. പി എൻഡ് ചെയ്യുന്ന എവിടെയാ? പി ഇരിക്കുന്ന പോയിന്റ് എവിടെയാ? 500നും 600നും ഇടയ്ക്കാണെന്ന് നമുക്കറിയാം. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. കണ്ടോ, പി ഇരിക്കുന്ന പോയിന്റ് ഇവിടെയാണ്. ആ കോണ്ടൂർ ലൈൻ എത്രയാ? 600നും 500നും ഇടയ്ക്കാണ്. ക്യൂ ഇരിക്കുന്ന എവിടെയാണ്? 0യ്ക്കും 100നും ഇടയ്ക്കാണ്. സോ അതാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പിയുടെയും ക്യൂവിൻ്റെയും പോയിന്റ് ഹൈറ്റ് നമുക്കിതിനകത്ത് മാർക്ക് ചെയ്തു, ഹൈറ്റാണ്. ഓക്കെ, സോ ഇനി എന്ത് ചെയ്യാം? ഈ പോയിന്റുകളെല്ലാം കണക്ട് ചെയ്ത് ഒരു ലൈൻ അങ്ങ് വരയ്ക്കാം. കണ്ടോ, ഫ്രീ ഹാൻഡ് ചുമ്മാ അങ്ങ് വരച്ച് വിടുക. ആ വരച്ച് കിട്ടുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, ആ ലൈൻ ഉണ്ടല്ലോ, ശരിക്കും അതാണ് എന്താ? ഈ പി ടു ക്യൂ നമ്മൾ ആ മാപ്പിൽ കട്ട് ചെയ്താൽ അതിൻ്റെ സർഫസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് നടന്നു നോക്കുക. ഈ ക്യൂവിൽ നിന്ന് പിയിലേക്ക് നടക്കുക എന്ന് വെച്ചോ. സോ അവിടെ ഒരു കോണ്ടൂർ മാപ്പ് നിങ്ങൾക്ക് കാണാം, കോണ്ടൂർ ലൈൻ നിങ്ങൾക്ക് അവിടെ കാണാം, 100, 200, 300 അല്ലേ? സോ ഈ ക്യൂവിൽ നിന്ന് പിയിലേക്ക് നമ്മൾ നടക്കുക എന്ന് വെച്ചോ. അപ്പോൾ എന്താ ശരിക്കും 100ൽ എത്തിക്കൊണ്ടോ, പിന്നെ 200 എന്ന് പറഞ്ഞാൽ കയറിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആ വാലിയാണ് ശരിക്കും, പക്ഷെ ആ വാലിയിലൂടെ തന്നെ നമ്മൾ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പി എന്ന് പറയുന്നത് ഒരു 600, 500ൻ്റെ ഇടയ്ക്കാണ് നിൽക്കുന്നത്. സോ എന്ത് സംഭവിക്കുക? ഇവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ടേക്ക് നടക്കുകയാണെങ്കിൽ അയാൾ കയറി പോവുക. സോ അതാണ് ഇവിടെ കാണുന്നത്. കണ്ടോ, ഇങ്ങനെ കയറി പോവുക. സോ അവിടെ നിന്ന് നിങ്ങൾ മുറിച്ചാൽ, ഈ പി ടു ക്യൂ നിങ്ങൾ മുറിച്ച് 2 പീസാക്കിയാൽ ആ പീസിനെ ക്രോസ് സെക്ഷനിൽ കാണാൻ ഇങ്ങനെയായിരിക്കും. അകത്തുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞില്ല, അതിനകത്തെ ബെഡ്സ് എങ്ങനെ വരും, അങ്ങനത്തെ കാര്യങ്ങൾ ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ആദ്യം എന്ത് ചെയ്യണം? ഇതിൻ്റെ ഔട്ട്ലൈൻ വരച്ചാലല്ലേ, ഇതിനകത്തല്ലേ ഇനി നമുക്ക് ആ ബെഡുകൾ എങ്ങനെ കിടക്കുന്നു എന്നൊക്കെ പറയാൻ പറ്റൂ. അപ്പോൾ ഔട്ട്ലൈൻ വരച്ചു, ഇതിനെയാണ് നമ്മൾ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രൊഫൈൽ. അപ്പോൾ ഒരു മാപ്പിൻ്റെ ഈ പറഞ്ഞ ജിയോളജിക്കൽ മാപ്പിൻ്റെ പ്രൊഫൈൽ വരയ്ക്കാൻ പറഞ്ഞാൽ ഇത്രയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, സോ അതിൽ ആ പ്രൊഫൈലിൽ നിങ്ങൾ സ്കെയിൽ കാണിക്കണം. സ്കെയിൽ ഈസിക്കൽ ടു 1 സെൻറ്റിമീറ്റർ. സ്കെയിൽ എന്താ? 1 സെൻറ്റിമീറ്റർ ഈസിക്കൽ ടു 100 മീറ്റർ. അതും കൂടി ഇതിനകത്ത് മെൻഷൻ ചെയ്യണം. പിയും ക്യൂവും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. സോ ആ പ്രൊഫൈലും നിങ്ങൾക്ക് കിട്ടി. ഓക്കെ,